ദേശീയപാത വികസനം നടക്കുന്ന മുക്കാളിയിൽ വീണ്ടും വ്യാപക മണ്ണിടിച്ചൽ. ഈ പ്രദേശത്തെ 3 വീടുകൾ ഇപ്പോൾ ഗുരുതരമായ അപകട ഭീഷണിയിലാണ്. സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗങ്ങളിലാണ് മണ്ണിടിച്ചിൽ തുടർക്കഥയാകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂക്കരയ്ക്കും മുക്കാളിക്കുമിടയിൽ മീത്തലെ മുക്കാളിയിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ വലിയ ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീണു. പ്രദേശത്തെ 3 വീടുകൾ ഇപ്പോൾ ഗുരുതരമായ അപകട ഭീഷണിയിലാണ്. മഴയ്ക്ക് മുൻപ് സോയിൽ നെയിലിംഗ് പൂർത്തിയായ ഭാഗങ്ങളിൽ തകർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും നിലവിൽ പണി നടക്കുന്ന ഭാഗങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലോടെ തൊട്ടുമുകളിലുള്ള 3 കുടുംബങ്ങളാണ് ഭീതിയുടെ നിഴലിലായത്. റോഡും വീടും തമ്മിൽ ഇപ്പോൾ കേവലം 1 മീറ്റർ വ്യത്യാസം മാത്രമാണുള്ളത്. വടക്കേ പുനത്തിൽ ഭാസ്കരൻ, അദ്ദേഹത്തിന്റെ മകൻ അഭിലാഷ് എന്നിവരുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടും തൊട്ടടുത്തുള്ള കൈതക്കുന്നമ്മൽ ദേവരാജന്റെ വീടുമാണ് അപകട ഭീഷണിയിലായത്. മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ ഒരു വീടിന്റെ തറയിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിരവധി തവണ മണ്ണിടിഞ്ഞ് ഈ സ്ഥലത്ത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറാവണമെന്ന് CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഈ മുക്കാളിയിൽ കഴിഞ്ഞ നിരവധി ഘട്ടങ്ങളിലായി മണ്ണ് ഇടിഞ്ഞു വീഴുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും തന്നെ ഒരു ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. ഇന്നലെ ഉണ്ടായിട്ടുള്ള മണ്ണിടിച്ചിൽ ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന്റെ തറക്കെട്ട് വരെ ആ മണ്ണിടിച്ചിൽ താഴോട്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടായി. ഇതൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഇവിടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട്. അവരുടെ മാതിരി ആദ്യോടുകൂടിയാണ് അവർ വീട്ടിൽ രാത്രി കഴിയുന്നത്. അപ്പൊ ഇതിലെ അധികൃതർ വളരെ കൃത്യമായി ഇടപെടുകയും ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണാനുള്ള സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത കമ്പനിയുടെ ഗുരുതരമായ വീഴ്ച ഇതിനുണ്ട്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ NHന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. ഈ വടകര റീച്ച് മാത്രം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങിയ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പലയിടത്തും നടക്കുന്നത്. വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഗതി, അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണത്തിന് പകരം അത്തരം സംവിധാനങ്ങളൊന്നും പരിഗണിക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ദുരന്തമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, അധികാരികൾ നല്ല ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇതിന്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ ഇത്തരം ആളുകൾ മുന്നോട്ട് വരികയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിന്റെ ഭാഗമായിട്ട് കാണണമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപകടത്തെ തുടർന്ന് പൂർണ്ണമായും ഭീഷണിയിലായ ഒരു കുടുംബത്തെ അടിയന്തരമായി മാറ്റി താമസിപ്പിക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. വടകര RDO, തഹസിൽദാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു.